മുട്ടിൽ മരമുറിയിൽ CBI അന്വേഷണം വേണമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു. കർഷകർക്ക് പ്രശ്നമില്ലെന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. കർഷകരെ കുടുക്കാനാണ് ശ്രമമെന്നും ജോസഫ് മാത്യു ആരോപിച്ചു. ഇവിടെ ഉദ്യോഗസ്ഥർ നടപടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ മന്ത്രി പറയുന്നു, പക്ഷേ ഉദ്യോഗസ്ഥർ നടപടിയായിട്ട് പോകുന്നു. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കുക, യഥാർത്ഥ കുറ്റം ചെയ്തവരെ രക്ഷിക്കുക, ഇതിൻ്റെ എല്ലാം ശിക്ഷ അനുഭവിക്കുക ഈ പാവപ്പെട്ട കർഷകരും ആദിവാസികരും. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് അടക്കം എഴുതിയിരുന്നു, ഇതിനകത്ത് ഒരു തുടരന്വേഷണം നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ എഴുതി. പക്ഷേ അവരത് ഗൗനിക്കുന്നില്ല. ഇതിൽ എനിക്ക് കൃത്യമായ ഒരു കാര്യമാണെങ്കിൽ അന്ന് എടുത്തിട്ടുണ്ട്, ഇത് CBIയോ അതുപോലെ മറ്റുള്ള ഏജൻസിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യങ്ങൾ മുഴുവൻ വരും. ഫൈസൽ നെടുമ്പാല വിവരണവുമായി ചേരുന്നു. ഫൈസൽ, ഈ മുട്ടിൽ മരമുറി കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കാര്യം ആവശ്യപ്പെടുന്നത്? അജിംസ്, പ്രധാനമായും പറയേണ്ടത്, നിലവിൽ ബത്തേരി കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വനം വകുപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സ്റ്റാറ്റസ്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2023 റവന്യൂ മന്ത്രി നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇത് കർഷകരെ ഒരു തരത്തിലും ബാധിക്കില്ല, കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അന്ന് റവന്യൂ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് ഒരു നോട്ടീസ് നൽകുകയാണ്. അതായത് കർഷകരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപൊരു അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഈ അപ്പീലിൽ കർഷകർ സമർപ്പിച്ച രേഖകളിൽ അപാകതയുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു നോട്ടീസ് റവന്യൂ വകുപ്പ് കർഷകർക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് കൃത്യമായിക്കൊണ്ടുള്ള രേഖകൾ സർക്കാരിലേക്ക്, റവന്യൂ വകുപ്പിലേക്ക് കർഷകർ കൈമാറണം എന്നുള്ളതായിരുന്നു ഈ നോട്ടീസിൽ പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ കൈമാറാത്ത പക്ഷം നടപടി സ്വീകരിക്കേണ്ടത് കർഷകർക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം. ഇങ്ങനെ തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മുറിച്ച മരത്തിന്റെ തുകയും അതിന്റെ പിഴയടക്കം കർഷകരിൽ നിന്ന് ഈടാക്കുന്നതടക്കമുള്ള നടപടികളിലേക്കായിരിക്കും റവന്യൂ വകുപ്പ് കടക്കുക. ഈ ഒരു ആശങ്കയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒരു കാര്യം. കാരണം ഇന്നലെ നമ്മൾ കർഷകരോട് സംസാരിച്ച് അവർ പറഞ്ഞ ഒരു കാര്യം ഇതിൽ തിരിച്ച്, അതായത് ഈ നിലവിൽ സർക്കാർ കൊടുത്ത, റവന്യൂ വകുപ്പ് കൊടുത്ത നോട്ടീസിന് മറുപടി ആയിക്കൊണ്ട് ഇന്ന് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലെത്തി മറ്റൊരു അപ്പീൽ കൂടി സമർപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കർഷകർ പറയുന്നത്. എന്നാലും ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. മന്ത്രി പറയുന്നു കർഷകർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. എന്നാൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് ഇപ്പോൾ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് കർഷകരെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ ബലിയാടാക്കാനുള്ള ഒരു നീക്കമാണ് ഈ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജോസഫ് മാത്യു പറയുന്നത്. ഇത് കൃത്യമായിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തണമെങ്കിൽ CBIയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഈ ഒരു കേസ് കൃത്യമായിക്കൊണ്ട് അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായിക്കൊണ്ടുള്ള യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കർഷകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറയുന്നത്. അജിംസ്.